ഭാര്യയുടെ ഫോണ്, ഭാര്യന്റെ ഉമ്മയുടെ ഫോണൊക്കെ ഭർത്താവ് പരിശോധിക്കുന്നു. എന്നാൽ ഭർത്താവിന്റെ ഫോൺ തൊടാൻ സമ്മതിക്കില്ല. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്ത് ഫോണിലൊന്നുമില്ല. എന്നാലും പിന്നെ ഓല കൂട്ടുകാരത്തിൽ എന്താ പറഞ്ഞത്, കുടുംബ ഗ്രൂപ്പിൽ എന്താ വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നോക്കുകയും ചെയ്യാം, അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കുകയും ചെയ്യില്ല എന്നുള്ളതിൽ ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്. ഭാര്യ ചിന്തിച്ചത് 100% ശരിയാണ്. അദ്ദേഹം അത് തിരുത്തണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരം പടച്ചോൻ സ്വീകരിക്കുമോ എന്നുള്ളതിൽ പോലും സംശയമുണ്ട്. ഭർത്താവും ദീനീ ബോധമുള്ളയാളാണ്. ഭർത്താവ് ഇവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരു പ്രധാന പ്രശ്നം, അവര് ശരിക്കും ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ചേരിയുടെ ഏറ്റവും വലിയ ഉപകരണങ്ങളാണെന്നാണ് ഞാൻ പറയാം. ഇത് ഈ പറഞ്ഞ ആൾ ശരിക്കും കേൾക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ അയാൾ എന്നെ വിളിച്ചോട്ടെ. ഈ സഹോദരിയെ സംബന്ധിച്ചോളം നിങ്ങൾ പറഞ്ഞ പോലെ ചിന്തിക്കാം. പക്ഷേ അയൽവാസിയായ പരിചിതയായ ഒരു സ്ത്രീ യോട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായതെന്നുണ്ടെങ്കിൽ, പക്ഷേ അവരുടെ ചോദ്യത്തിൽ മറ്റൊരു വശമുള്ളത്, അടുത്തൊരു സംഭവം ഉള്ളത്, വൈകാരികമായി പ്രതികരിക്കലോ അടിക്കലോ തെറ്റലോ ചവിട്ടിപ്പുറത്താക്കലോ കെട്ടിത്തൂങ്ങി മരിക്കലോ വേഗം ബഹളം ഉണ്ടാക്കലോ ഒന്നല്ല. ഇങ്ങനെ ഒരു രോഗമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹക്കൂട് നിന്ന് ചർച്ചക്കെടുക്കുന്നത് 3 ഭാര്യമാരുടെയും അവരുടെ സങ്കടങ്ങളുമാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് അയച്ച ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മളോടൊപ്പം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ്. താജുക്ക, ഒരു പ്രവാസിയായ ആളുടെ ഭാര്യയുടെ ഒരു ചോദ്യമാണുള്ളത്. ലീവിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം വീട്ടിൽ വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് അവർ പറയണത്. ആ പ്രശ്നങ്ങൾ കാരണത്താലാണ് അവർക്ക് തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ വന്നത് എന്ന സൂചനയും അവരുടെ ചോദ്യത്തിലുണ്ട്. അവരുടെ പ്രശ്നത്തിന് കാരണമായ 2 സംഭവങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അയൽവാസിയായ ഒരു ചേച്ചി അവരുടെ വീട്ടിലേക്ക് ഭർത്താവിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് അവരുടെ ഒരു ടച്ചിങ്, കയ്യിലുള്ള ടച്ചിങ് ആണ്, പക്ഷേ അതവർക്ക് ഈ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അതത്ര ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നത് ചോദ്യങ്ങൾക്കൊന്നുകൂടി കിടക്കണോണ്ടാണ്. ആരിസ്മലി അങ്ങനെ നമ്മുടെ മുതിർന്ന സ്കോളേഴ്സ് അതിൽ അവരുടെ ടൈം വെച്ച് അവർക്കത് റിപ്ലൈ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാകുമ്പോൾ ആ ചോദ്യത്തിൻ്റെ വളരെ കൃത്യമായൊരു ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ അത് വേറൊരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മാത്രം തീരുമാനമെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇവിടെ അബ്ദു ചോദിച്ച ആ ചോദ്യം ഞാൻ ടെക്സ്റ്റ് കണ്ടിരുന്നു. ഈ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആണ് എന്ത് ചെയ്യണത്, ടച്ച് ചെയ്യണത്. അവരൊരു നോൺ മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ അതിൽ പിന്നെ ഒരു പുരുഷൻ്റെ ഒരു ലൈംഗികതയിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയാകണമെന്നില്ല അത്. മറിച്ച് ആ ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ അയൽവാസി പോയപ്പോൾ ഞാൻ പോകണമെന്നുള്ള ഒരു പ്രായമുള്ള സ്ത്രീ ഒരു സ്നേഹപ്രകടനം പോലെയാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു കരുതൽ പോലെയാണ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തോന്നുകയാണ്. ഇനി അങ്ങനെ സംഭവിച്ചതാണെങ്കിലും, ഒരു പ്രായം കൂടിയതാണെങ്കിലും പ്രായം കുറഞ്ഞതാണെങ്കിലും, മുസ്ലിം ആണെങ്കിലും നോൺ മുസ്ലിം ആണെങ്കിലും ഒക്കെ ഒരു സ്ത്രീയെ ടച്ച് ചെയ്യണതിൻ്റെ ഒരു ഇസ്ലാമിക വശം വളരെ കണിശമായി ഇസ്ലാം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ളത്, ഒരു വ്യക്തി സ്വന്തം തലയിൽ ഒരു ആണി അടിച്ചിറക്കുന്നത്, ഒരു സൂചി അടിച്ചിറക്കുന്നതാണ് ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിലേറെ അയാൾക്ക് നല്ലത് എന്നാണ്. അപ്പോൾ ആ നിലക്ക് വെച്ച് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു വിചാരവും കൂടി വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പലപ്പോഴും ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യുക, ഒന്ന് അടുത്ത് പോയിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു രീതി ചില ആളുകളടുത്തൊക്കെ ഉണ്ട്. അതിവിടുത്തെ ഒരു പുരോഗമന നാട്യക്കാർ, പിന്നെ പുതിയ കാലം മാറിയ കാലം നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ആളുകൾ കൊണ്ടുവന്ന ഒരു തരം നരേറ്റീവാണ്. അപ്പോൾ ആ നരേറ്റീവിനെ നമ്മൾ അങ്ങനെ എടുക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് വിചാരിക്കപ്പെടുന്നതിലെ തഹാവുൻ, അതിലുള്ള അശ്രദ്ധ, അതിലുള്ള നിസ്സാരവൽക്കരണം, അത് വലിയ പാപമായി പിന്നീട് പരിണമിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉദാഹരണസഹിതം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു സംഘം ആളുകൾ അവർ യാത്രയിലാണ്, അവരെന്ത് ചെയ്യുന്നു, ഓരോരുത്തരായി വിറകിൻ്റെ കൊള്ളികൾ കൊണ്ടുവരുന്നു, കൂട്ടിയിട്ട് കത്തിച്ച് വലിയൊരു വിറക് കൂമ്പാരം കത്തിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ കൊച്ചു കൊച്ചു തിന്മകളെക്കുറിച്ച് പറഞ്ഞത്. ഓരോ ദിവസം ഓരോരോ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് പിന്നീട് അയാളുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെടണേ അവസ്ഥയിലേക്ക് എത്തും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, ഇന്നക്കും ലതഅമലൂന അമലൻ ഹിയ അദഖു ഫി അഅയുനിക്കും
മിനശ്ശഅരി വകുന്നാ നഅുദ്ദുഹാ ഫി അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. നിങ്ങൾ ഇന്ന് നിസ്സാരമായ ഒരു മുടി ഇഴയോളം നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങൾ, ഒരു മുടിയെപ്പോലെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഞങ്ങൾ മൂബിഖാത്തിൽപ്പെട്ട വൻപാപങ്ങളിലാണ് ഞങ്ങളത് എണ്ണിയിരുന്നത് എന്ന് സ്വഹാബത്ത് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ആദ്യ ഭാഗത്ത് പറഞ്ഞു നിർത്തുന്നത് ഇതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സ്വന്തം ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടി ഉണ്ടാകാവുന്ന വിധം അത് സംഭവിച്ചതുകൊണ്ട് അതിൽ ഒരു ലൈംഗിക ചിന്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങിപ്പോകുമ്പോൾ കൊടുക്കുന്നൊരു വിഷാണെങ്കിൽ പോലും അതിൽ പ്രശ്നമുണ്ട്. ഈ ഭാര്യയെ നമ്മളിതിൽ പ്രത്യേകം പ്രശംസിക്കുന്നത് അത് അവരെ അവിടെ ഭയങ്കര എല്ലാവരുടെ അടുത്തേക്കും ഒരു ചർച്ചയാക്കി കൊണ്ടുപോകാതെ അതിൻ്റെ ദീനിയായ വശങ്ങൾ മനസ്സിലാക്കാനും ഞാനിനി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കാനും അവർ കാണിച്ചൊരു സന്മനസ്സിനെ നമ്മളിവിടെ എന്ത് ചെയ്യണം, പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ആ സഹോദരൻ എന്ത് ചെയ്യണം, സ്ത്രീകളുമായുള്ള ദൂരവും തനിക്ക് വിവാഹബന്ധം ഹലാലായവരോ അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണനയിൽ വരുന്നവരോ ആയ ഒരു പുരുഷൻ സ്ത്രീ ബന്ധത്തിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. ഉമ്മ പെങ്ങൾ ഇതൊക്കെ അതിനൊരു രീതിയുണ്ട്. അവിടെയുള്ള ബന്ധം പോലെ അല്ല അതിൻ്റെ പുറത്തുള്ള ബന്ധങ്ങളെ നമ്മൾ കാണേണ്ടത്, ആ നിലക്ക് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ചിന്തിക്കാൻ നല്ലത് അത് ആ വയസ്സായ ഒരു സ്ത്രീ ഒരു ഇറങ്ങിയപ്പോൾ വിഷീതതായിരിക്കും. അപ്പോൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഉണ്ടൊരു പരിപാടി. ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ കൈയെടുത്തോണേ നമ്മൾ മനസ്സറിയാതെ ശരീരം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടാകും. അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കലാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ അത് വേറെ എന്തോ ഒരു പരിപാടിയാണ്, ഒരു മാസം ഒഴിവിട്ടി വന്നിട്ട് ഇപ്പോൾ ഈജാതി പരിപാടിക്കാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാതിരിക്കലായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഈ സഹോദരിയെ സംബന്ധിച്ചോളം നിങ്ങൾ പറഞ്ഞ പോലെ ചിന്തിക്കാം. പക്ഷേ അയൽവാസിയായ പരിചിതയായ ഒരു സ്ത്രീ യോട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായതെന്നുണ്ടെങ്കിൽ, പക്ഷേ അവരുടെ ചോദ്യത്തിൽ മറ്റൊരു വശമുള്ളത്, അടുത്തൊരു സംഭവം ഉള്ളത്, ഒരു പരിചിതരല്ലാത്ത ആളുകളോടൊപ്പമുള്ള ഒരു ടൂറിനിടയിൽ ബസ്സിൽ ചില പാട്ട് വെച്ചപ്പോഴുള്ള മറ്റു സ്ത്രീകളുടെ ചലനങ്ങളും അവരുടെ ഡാൻസും ഒക്കെ ഉണ്ടായ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ കൂടി അതിനെ ഒരു ഗൗരവമായി കാണാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ചില ഇടപെടൽ കൂടിയുള്ളത് കൊണ്ട് ഇത് പരിചയമുള്ള ആളുകളോടും മാത്രമല്ല അല്ലാത്തവരോടും അവരുടെ ടച്ചിങ്ങോ മറ്റോ ഉണ്ട് എന്ന് പറയണില്ല, പക്ഷേ അവർക്ക് പ്രോത്സാഹനം നൽകി എന്നുള്ളതും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് ഇവരുടെ ഒരു അടുത്ത ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇവരിങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി പോകുകയാണോ ഈ സ്ത്രീ എന്ന് വേണമെങ്കിൽ ചില ആളുകൾക്ക് ചിന്തിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഈ സ്ത്രീ ഇത്തരം വിഷയങ്ങളുടെയൊക്കെ നല്ല ഇസ്ലാമികമായ മാനങ്ങളെയും നിയമങ്ങളെയും പഠിച്ച ഒരാളാണ്. അതോടൊപ്പം ഈ ഭർത്താവും അങ്ങനത്തെ ഒരു ഫ്രെയിമിലുള്ള ആളായിരിക്കണം. അപ്പോൾ ഈ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ എല്ലാവരും ഉള്ളൊരു സ്ഥലത്ത് ഒരു ഭയങ്കര ആഹ്ലാദം വിനോദമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഇടപെടലല്ല വേണ്ടത് എന്ന ബോധ്യം ഉള്ള അങ്ങനത്തെ ഒരു ക്ലാസ്സുകളും പഠനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാകുമ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ പരിഗണിച്ച് വേണം എന്ത് ചെയ്യാൻ, മറുപടി പറയാൻ. എപ്പോഴും ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊരു ക്യാരക്ടറുണ്ട്, ചില സിറ്റുവേഷണൽ ഡിസോർഡറുകൾ ഉണ്ടാകും അവർക്ക്, ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില ഡിസോർഡറുകൾ. അപ്പോൾ അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടുത്ത കാലത്ത് എൻ്റെ വൈഫ് ഒരാളായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, ഒരു സ്ത്രീയായിട്ട്. പീസ് റേഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കോളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെക്കടി ഫോൺ എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാനപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ലൗഡ് സ്പീക്കർ ഇട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കട്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യണം, എന്താ നോക്കണം എന്ന് പറഞ്ഞു. നോക്കി വന്നപ്പോൾ എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് ആ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ ഭാര്യനെ അദ്ദേഹം ക്രൂരമായി ദ്രോഹിക്കും, ശരിക്കും ദ്രോഹിക്കും. എന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ നിലവിളിക്കുമ്പോൾ ചിരിക്കും. അത് രോഗമാണ്, അത് ഡിസോർഡറാണ്. ഒരു സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി വേറെ ഒരാളായിട്ട് മാറും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പെണ്ണ് വേറൊരാളായി മാറും. അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തും. ഒന്നാമത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. അതൊരു പ്രത്യേക ടേമിലേക്കുള്ള ഡിസോർഡറാണ്. ആ ഡിപ്രഷനെ അങ്ങനെയാണ് കാണേണ്ടത്. എന്നാൽ ഇതേപോലെ ചില സാഹചര്യങ്ങൾ, ചില അനുബന്ധങ്ങൾ ചേർന്ന് വരുമ്പോൾ വ്യക്തി വേറെ ആളായി മാറും.
ഷെയ്ത്താനിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. ആ നിലക്കും നമ്മളിതിനെ കാണണം. എന്നാൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലുമൊക്കെ ഇതൊരു കാന്തം, ഇതൊരു ഇരുമ്പ്, ഇതൊരു നിശ്ചിത ദൂരത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് തമ്മിൽ ഒട്ടും ഉറപ്പാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്ന് പറഞ്ഞ പോലെ ആണും പെണ്ണും, അത് വയസ്സെത്രയാണെന്നുള്ളതോ നിറം എന്താണെന്നുള്ളതോ പിന്നെ ഇതൊന്നും വിഷയമല്ല. ഭംഗിയുണ്ടോ ഭംഗിയില്ലേ, ആരോഗ്യമുണ്ടോ ആരോഗ്യമില്ലേ, ഭർത്താവുണ്ടോ ഭർത്താവില്ലേ, ഭാര്യയുണ്ടോ ഭാര്യയില്ലേ, ഇതൊന്നും വിഷയമല്ല. ഒരു നിശ്ചിത ദൂരത്ത് നിന്നിട്ടില്ലെങ്കിൽ, നിശ്ചിത നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഏത് വ്യക്തിക്കും ഇത്തരം വിഷയങ്ങൾ വരാം. അതിൻ്റെ തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ പോലും ഉണ്ട്. മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്ന്, നബിയെ എനിക്ക് പറ്റിപ്പോയി നബിയെ, ഞാൻ ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു, ഞാനൊരു സ്ത്രീയുമായി ഇങ്ങനെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്ന് പറയുന്ന സംഭവത്തിൽ അതുണ്ട്. അദ്ദേഹം ഈ ഒരു ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾക്ക് വിധേയനായി അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നെ നബി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ തിരിഞ്ഞു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് സഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. ഒന്നുമില്ല, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ, കുറ്റം സ്വയം സമ്മതിച്ചപ്പോൾ, ഭരണകർത്താവ് എന്നുള്ള നിലക്ക് പ്രവാചകൻ നിർബന്ധിതനായപ്പോൾ അദ്ദേഹത്തെ ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം വിവാഹിതനുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചരിക്കുന്ന വിവാഹിതനുള്ള ശിക്ഷാ നിയമം നടപ്പിലാക്കി. അവിടെ അത് കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അത് കണ്ട് ആ ചോര ചിന്തിയ അനുഭവത്തിലൂടെ കടന്നുപോയ സമൂഹത്തിലെ അദ്ദേഹം ആരുമായാണോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ സ്ത്രീയും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രവാചകൻ പ്രത്യേക SIT രൂപീകരിച്ചതൊന്നുമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ടീമിനെ ഉണ്ടാക്കിയതൊന്നുമല്ല. അവർ സ്വയം വന്നതാണ്, ഈമാനാണ് അവരെത്തിച്ചത്. ഗർഭിണിയായ അവരെ പ്രസവത്തിന് ശേഷം പിന്നീട് ആ ഒരു നടപടിയിലേക്ക് പോകണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അവർ ജസീറത്തുൽ അറബിലെ മുഴുവൻ മനുഷ്യർക്കും ഓഹരി വെച്ച് കൊടുക്കാൻ പറ്റുന്ന അത്ര വലിയ തൗബ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും തൗബയുടെ നിലയുള്ള മനുഷ്യർക്ക് പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലെ വിഷയങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് മനസ്സിലാക്കി തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം മനസ്സിലാക്കിയാൽ വൈകാരികമായി പ്രതികരിക്കലോ അടിക്കലോ തെറ്റലോ ചവിട്ടിപ്പുറത്താക്കലോ കെട്ടിത്തൂങ്ങി മരിക്കലോ വേഗം ബഹളം ഉണ്ടാക്കലൊന്നുമല്ല. ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറളുൻ, ഇങ്ങനെ ഒരു രോഗമുണ്ട്. ഖുർആൻ പറഞ്ഞു, ഈ ശബ്ദം സ്ത്രീ സംസാരിക്കുമ്പോൾ പുരുഷൻ സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്, കണ്ണുകളെ നിയന്ത്രിക്കണം. രണ്ട് കാര്യമാണ്, ശബ്ദത്തിലും കാഴ്ചയിലും രണ്ടിലും എന്തുണ്ട്? ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറളുൻ, രോഗത്തിലെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഡിസോർഡറിൻ്റെ തെറ്റായ കാര്യങ്ങളുടെ രോഗാണുക്കളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഭർത്താവിന് ക്യാൻസർ വന്നു, ഭർത്താവിന് എന്ത് ചെയ്തു, ലൈംഗിക രംഗത്ത് ഇങ്ങനത്തെ ഒരു രോഗം വന്നു. ആ രോഗം ട്രീറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ശരിക്ക് ഭാര്യമാർക്കാണ്. അപ്പോൾ അടിസ്ഥാനങ്ങളൊക്കെ ശരിയായിരിക്കെ തന്നെ ചില അടിസ്ഥാനങ്ങളിലോ ചില ശാഖകളിലോ മനുഷ്യർക്ക് പിഴവ് പറ്റാം. അൽ ഈമാൻ യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നാണ് ഇസ്ലാം ഇതിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യം, ഒരു സംഗതി. ഒരു പോയിൻ്റ് കൂടിയൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. സാഹചര്യം ഭയങ്കര പ്രധാനമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും ചുറ്റുള്ളവരുടെയും ഉത്തരവാദിത്തമാണ്. സാഹചര്യം തിന്മയുമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കേണ്ട കാര്യമാണ്. 99 ആളെ കൊന്നു, 100ാമത്തെ ആളെ കൊല്ലുന്നത്, 99 ആളെ കൊന്ന ആൾ ഈ 100ാമത് കൊല ചെയ്യപ്പെട്ട പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് തോപുണ്ടോയെന്ന്. ആളൊറ്റയുടെ കണക്കൊക്കെ എന്ത് തോപയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് പശ്ചാത്താപ മനസ്സോടുകൂടെ ചെന്ന മനുഷ്യൻ എന്ത് ചെയ്യണത്, ഈ പണ്ഡിതനെ കൊല്ലുന്നത്. പക്ഷെ വീണ്ടും അയാളുടെ ഉള്ളിലെ വേദനകൾ അയാളെ മറ്റൊരാളുടെ അടുത്തേക്ക് എത്തിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യം, ഈ നാട്ടിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല, ഇവിടെ നിങ്ങൾ പോകണം. കാരണം ഇവിടെ നിങ്ങളെ ഗുണ്ടാസുന്നിയാണ് ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും 58 വെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ 100 വെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് കൊട്ടേഷൻ കിട്ടും, വീണ്ടും നിങ്ങൾ ഇങ്ങനത്തെ കാര്യത്തേക്ക് പോകും, ഈ നാട് നിങ്ങൾ വിടണം എന്നാണ്. അപ്പോൾ ഏത് ഇതാണെങ്കിലും സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. പിന്നെ ഭർത്താക്കന്മാർക്ക് ആവശ്യമായ ഒരു സെക്സ് ഭാര്യമാർക്ക് ആവശ്യമായ സെക്സ് ഭർത്താവും കൊടുക്കണം. എനിക്കാവശ്യമായ സെക്സ് ഞാൻ എടുക്കുക, എൻ്റെ ഭാര്യയിൽ നിന്ന് എടുക്കുക എന്നുള്ളതല്ല. എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായ സെക്സ് ഉണ്ടാകും, അവർക്ക് കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റായ കാര്യങ്ങൾ, അത് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്തു പോവുക എന്നുള്ളത്, അത് അങ്ങനെ തന്നെ ഫില്ലാകുള്ളൂ. അതിന് പകരം കുറേ വർത്തമാനം പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടോ
അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടോ ടൂർ പോയതുകൊണ്ടോ കാര്യമില്ല. ഈ കാര്യം ഫില്ലാണെങ്കിൽ ഭക്ഷണം വയറ്റിലേക്ക് എത്തിയാലേ വിശപ്പ് മാറുമെന്ന് പറഞ്ഞ പോലെ സെക്സായിട്ട് നിർവഹിക്കപ്പെട്ടാലേ അതിൻ്റെ ഒരു അത്തരം ഡാമേജുകൾ പരിഹരിച്ച് പോകാൻ കഴിയുള്ളൂ. ഈ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൽ ഈ ചോദ്യത്തിലുള്ളത് സംഘമായുള്ള ഒരു ടൂറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വെക്കേഷൻ വരുന്ന സമയത്ത് സംഘമായി പരിചിതരല്ലാത്ത ആളുകളോടൊപ്പം ടൂർ പോകുന്നതിന് പകരം അവർക്ക് സ്വന്തമായി പോകാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാമല്ലോ ആ യാത്രകൾ. അപ്പോൾ പിന്നെ അങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യത്തിന് ഒഴിവാകും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്ന് പറഞ്ഞ പോലെ ഈ അനാവശ്യ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള വിശ്വാസികളുടെ ആ ഒരു ഗുണത്തിലേക്ക് അവർക്ക് എത്താനും തീർച്ചയായും സാധിക്കും. ഇതിൽ അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സ്നേഹക്കൂടലൊക്കെ വന്ന് അങ്ങനത്തെ മറുപടികളൊക്കെ കേട്ട് ഈ വിഷയം ഞാൻ ചോദിച്ചതിന് തന്ന ഉത്തരമാണിത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഏറ്റവും അയാൾ കാമാകുന്ന ഒരു സമയത്ത്, അയാൾ ഏറ്റവും സന്തോഷമുള്ളൊരു സമയത്ത് നോക്കി അത് പറഞ്ഞ് തിരുത്തണം, അതിൽ സംശയമൊന്നുമില്ല. തിരുത്താതെ ഇത് മെൻഷൻ ചെയ്യാതെ പോകരുത് എന്നുള്ളത്. പിന്നെ പാപമോചനം നടത്തി കൊടുക്കണം. അതെ, അത് വിശ്വാസികൾ പരസ്പരമുള്ള ഒരു ബാധ്യതയാണ്. മറ്റൊരു ഭാര്യയുടെ ഒരു സംശയമുള്ളത്, ഇവർ ദീനിയായി നല്ല ഭംഗിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഭർത്താവും ദീനീ ബോധമുള്ളയാളാണ്. ഭർത്താവ് ഇവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളൊരു പ്രധാന പ്രശ്നം, അദ്ദേഹം 5 വക്ത് നിസ്കരിക്കുമെങ്കിലും അത് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹം ജമാഅത്തിന് പോകുന്നില്ല. പുറത്തു പോയാൽ അങ്ങനെ പള്ളികളിൽ ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് പൂർണ്ണമായും അവർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുന്നില്ല എന്നതാണ്, ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല എന്നതാണ് ഭാര്യയുടെ പരാതി. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായൊരു വാചകമാണ്, ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ വിഭവം എന്ന് പറയുന്നത്, ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത് നല്ല സ്വാലിഹത്തായൊരു ഭാര്യയാണ് എന്നാണ്. എന്നാൽ ഭയങ്കര ഐഫോണ്, BMW, ഒരു ഭയങ്കര 5 റൂമുള്ള ഒരു 2 നില കെട്ടിടം, ബാംഗ്ലൂർ ടൗണിൻ്റെ സെൻട്രലിലുള്ള എല്ലാ മാസവും 25 ലക്ഷം രൂപ വാടക കിട്ടുന്ന ബിൽഡിങ്, കയ്യിലുള്ള 500 കിലോ സ്വർണ്ണം, അതൊന്നുമല്ല. ഏറ്റവും നല്ല വിഭവം ഏറ്റവും സ്വാലിഹത്തായ ഭാര്യയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യൻ സന്തോഷിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഭാര്യ തിരുത്തുന്നു എന്നത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ തൗഫീഖാണ്. അതവർ പറഞ്ഞ് നടക്കല്ല, അവരുടെ ഉള്ളിൽ അതൊരു ടെൻഷനായി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഹിദായത്തിൻ്റെ വിളക്കാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു എന്നുള്ളത് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹുവോട് അൽഹംദുലില്ലാഹ് പറയേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇസ്ലാം ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കാനുള്ള നിയമങ്ങളിൽ, നിബന്ധനകളിൽ ഒന്നാണത്. നിസ്കരിക്കാത്ത ഭർത്താവാണെങ്കിൽ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. ത്വലാഖ് ചോദിക്കാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണേത്, നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി. ഇയാളിപ്പോൾ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്, ഇയാളുമായിട്ട് അത് അങ്ങനെ തന്നെ ബന്ധപ്പെടണില്ല, എന്നാലും ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നമ്മൾ പറഞ്ഞു പോവുകയാണ്. നിസ്കാരം അത്രയും പ്രധാനമാണ്. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള വേർതിരിക്കപ്പെടുന്ന അൽ ഫർഖുല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാ, അവർ രണ്ടുപേരെയും വേർതിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ. അതിനെ നിഷേധാത്മകമായി നിർവഹിക്കാത്ത വ്യക്തി അയാൾ കാഫറാണെന്നാണ്. അത്രയും സ്ട്രോങ് ആയിട്ട് ഇസ്ലാം പറഞ്ഞ ഒരു വിഷയമാണ്. മാത്രമല്ല, അവ്വലുമായി യുഹാസബ ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഒരടിമ അന്ത്യദിനത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണേത്, ഏറ്റവും ഒന്നാമത് തൗഹീദ് ശുദ്ധമായ ഒരാളോട് പിന്നെ ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരം ശരിയായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ആ മണിക്കൂറുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രവാചകന് ഏറ്റവും കൂടുതൽ വിഷമാകുന്നത് നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അസ്വല എന്ന് നബി ഇങ്ങനെ പറയുന്നുണ്ട്. ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ പ്രവാചകൻ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അബോധാവസ്ഥയിൽ നിന്ന് ഉണരുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇനി എനിക്ക് വന്ന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെന്ന ബോധ്യം പ്രവാചകനുണ്ടായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറയാണ്. എന്നിട്ട് വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയ പ്രവാചകൻ പിന്നെ ഉണരുമ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, പ്രവാചകൻ്റെ വീട് ഇവിടെ, പള്ളി തൊട്ടപ്പുറത്ത്, ആ വിരിയുടെ അപ്പുറത്ത് നിസ്കാരം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ
രണ്ട് സ്വഹാബിമാരുടെ ഫളൽ ബിൻ അബ്ബാസിൻ്റെയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരം എന്നുള്ളത് അങ്ങനെ നിസ്സാരമായി ആകേണ്ട ഒന്നല്ല. അവനാൻ്റെ ബെഡ്റൂമിൽ 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് എടുത്ത കള്ളിമുണ്ടും എടുത്ത് നിർവഹിക്കേണ്ട ഒന്നല്ല. അത് ഭാര്യമാരൊക്കെ മനസ്സിലാക്കുക. ഈ സഹോദരിയുടെ ചോദ്യത്തിൽ വേറെയും കുറേ ആളുകൾക്കുള്ള ഉത്തരമുണ്ട്. സാധാരണ ഈ ജമാഅത്തൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഭർത്താക്കന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരെ ഭാര്യമാരായിരിക്കും അതിൻ്റെ ഒരു കാര്യം. നിസ്കാരത്തിന് നേരെ ആയിക്കണം കേട്ടോ എന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയും. പോണില്ലേന്ന് ചോദിക്കും. ഇപ്പോൾ ബാങ്ക് കൊടുത്തുട്ടോ എന്ന് ഓർമ്മപ്പെടുത്തും. ഇത് കേൾക്കുന്ന സഹോദരിമാർ ചിന്തിക്കുക, ഞാൻ അങ്ങനത്തെ ഒരു ഭാര്യയാണോ, ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മയാണോ, ഞാൻ അങ്ങനത്തെ ഒരു വല്യമ്മയാണോ, ഞാൻ അങ്ങനത്തെ ഒരു പെങ്ങളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. തിരിച്ചാണുങ്ങളും ഞാൻ എത്രത്തോളം ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണം എന്നാണ് ഇതിൽ എനിക്ക് ചേർത്ത് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ വിഷയത്തിൻ്റെ മർമ്മത്തേക്ക് വരികയാണെങ്കിൽ, ജമാഅത്ത് നമസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫർള് ഐനായിട്ടുള്ള കാര്യമാണ്. അത് ഈവൻ നമ്മൾ തടസ്സങ്ങളായി വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിന് തടസ്സങ്ങളല്ല. വളരെ പ്രസിദ്ധമായ സംഭവമാണ്. അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുത്ത് വന്ന്, കാഴ്ച പരിമിതനായ അദ്ദേഹം, കണ്ണ് കാണാത്ത അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, എന്നെ വലൈസലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളെനിക്കില്ല, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, എനിക്ക് ജമാഅത്തിൽ നിന്ന് ഒഴിവ് തരണം, ഞാൻ പള്ളിയിൽ വരേണ്ടതുണ്ടോ, പോരുന്ന വഴിയിൽ തേളും പാമ്പൊക്കെ ഉണ്ട്, മാത്രമല്ല മരത്തിൽ ഇടിച്ചു വീണ സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പ്രവാചകൻ അതിനോട് അനുകൂലമായി പ്രതികരിച്ചെങ്കിലും അദ്ദേഹം ഇങ്ങനെ പതിയെ ഇഴഞ്ഞ് നടന്ന് നീങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതസ്മഉൻ നിദാ, അങ്ങ് ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾ വരണം. അദ്ദേഹം വന്നും ചെയ്തു. പിന്നെ മദീനക്കാരെ ഉണർത്തുന്ന ബാങ്ക് കൊടുത്തത് അദ്ദേഹമാണ്. മദീനയിലൊക്കെ എപ്പോഴും അതുണ്ട്, സുബഹിൻ്റെ മുമ്പ് ഒരു ബാങ്കുണ്ട്, ആ ബാങ്ക് കൊടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. തൻ്റെ അനുയായികളെ കൊന്നവർക്കും തന്നെ ദ്രോഹിച്ചവർക്കൊക്കെ വിശാലമായി മാപ്പ് കൊടുത്ത്, തനിക്കെതിരെ കൊട്ടേഷൻ വിട്ടയച്ച ആളുകളെ ഫുള്ള് ചേർത്ത് നിർത്തി, അങ്ങനെയൊക്കെ ചെയ്ത റസൂലുള്ളാഹി പക്ഷേ പറഞ്ഞൊരു വാക്കുണ്ട്, ലഖദ് ഹമംതു അൻ ആമുറ ഫിതിയത്തി, ഞാൻ എൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരെയും കൊണ്ട് പിന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്ത് പോകാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയതിൻ്റെ ശേഷം മദീനയിൽ പള്ളികളിൽ വരാതെ വീടുകളിൽ കഴിയുന്നവരെ വീട്ടിലേക്ക് പിന്നെ വിറകിൻ്റെ കെട്ടുകളും കൊണ്ട് പോകാൻ ഞാൻ വിചാരിച്ചു. അവരുടെ ആ വിറക് കെട്ടുകളിൽ തീ കൊളുത്തി അവരുടെ വീടുകൾ കത്തിക്കാൻ ഞാൻ വിചാരിച്ചു. എന്നാൽ നബി അത് ചെയ്യുന്നല്ല എൻ്റെ അർത്ഥം. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഭാര്യ ചിന്തിച്ച കാര്യം വളരെ കൃത്യമാണ്. മാത്രമല്ല യുദ്ധസമയത്ത് പോലും ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. സൈന്യം ഖിബലയുടെ ഭാഗത്താണെങ്കിൽ 2 സഫായിട്ട് നിന്ന് ഒന്നാമത്തെ സഫ് റുക്കുവും സുജൂദൊക്കെ പൂർത്തീകരിച്ചതിൻ്റെ ശേഷം രണ്ടാമത്തെ ടീം റുക്കുവിലേക്കും സുജൂദിലേക്കും പോവുക. അങ്ങനെയൊക്കെയുള്ള ക്രമങ്ങൾ പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരു കാരണവശാലും ചെയ്തുകൂടാ. ആ ഭാര്യ ചിന്തിച്ചത് 100% ശരിയാണ്. അദ്ദേഹം അത് തിരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരം പടച്ചോൻ സ്വീകരിക്കുമോ എന്നുള്ളതിൽ പോലും സംശയമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരിക്കലും ഒരു വിഭാഗത്തെ പോലെ ആകരുത്, അവരുടെ വീടുകളിലാണ് നിസ്കരിക്കുന്നത്. നിങ്ങൾ നിസ്കാരം പള്ളിയിൽ ഉപേക്ഷിച്ചാൽ ഫഖദ് തറക സുന്നത്ത നബിയിക്കും, ആ വ്യക്തി പ്രവാചകൻ്റെ സുന്നത്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത്, അതുവഴി അയാൾ നരക വഴിയിലാണ് എന്ന് വരെ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ മറുപടികളൊക്കെ ഭാര്യയ്ക്ക് ഈ പോയിന്റുകൾ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഭാര്യ എഴുതുന്ന മറ്റൊരു പ്രശ്നം, അദ്ദേഹത്തോട് ഇങ്ങനെ നിസ്കാരത്തിൻ്റെ കാര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെ കാര്യം നോക്കിയാൽ മതി, ആണുങ്ങളെ ഭരിക്കാൻ വരണ്ട എന്ന ഒരു ടോണിലുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി പറഞ്ഞാലും അദ്ദേഹം ഉൾക്കൊള്ളാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ചില ആളുകൾ എന്തെന്ന് വെച്ചാൽ അവനാൻ്റെ തോന്നിയാസത്തിന് ഇസ്ലാം തെളിവൊക്കെ എടുക്കണ ചില അപൂർവ ജീവികൾ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അവർ ശരിക്കും ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ചേരിയുടെ ഏറ്റവും വലിയ ഉപകരണങ്ങളാണെന്നാണ് ഞാൻ പറയാം. ഇത് ഈ പറഞ്ഞ ആൾ ശരിക്കും കേൾക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ അയാൾ എന്നെ വിളിച്ചോട്ടെ. ചില ആളുകൾ ഒന്നും കൂടിയും ചെയ്യും, അർരിജാലു ഖവ്വാമൂന അല നിസാ എന്നും കൂടി കൊണ്ട് ഓതും, ആയത്തു കൂടി കൊണ്ട് ഓതും, എന്നിട്ട് അതിൻ്റെ തഫ്സീറൊക്കെ വേണമെങ്കിൽ ഉദ്ധരിക്കും. ഇത് തോന്നിയാസാണെന്ന്, ശുദ്ധമായ അസംബന്ധമാണ് അയാൾ പറഞ്ഞത്. ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാളും ഭർത്താവിന് ഭാര്യയെക്കാളും ഒക്കെ പരസ്പരം വരുന്ന പല മേഖലകളും പല ഏരിയകളും ഉണ്ട്. ഇസ്ലാം ഈ ഭാര്യയെ ഭരിക്കരുത്,
അല്ലെ ഭർത്താവിനെ ഭരിക്കരുത് എന്നുള്ള വേർഡൊന്നും ഇസ്ലാം ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് പുരുഷൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്, പുരുഷൻ്റെ ബാധ്യതയെക്കുറിച്ചാണ്. പുരുഷന് നല്ല ബാധ്യതകളുള്ളതുകൊണ്ട് സ്ത്രീ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചാണ്. നിങ്ങളുടെ കുടുംബവും സമ്പാദ്യവും സർവ്വവും, നിങ്ങൾ 60,000 റുപ്യ സാലറി വാങ്ങുന്ന ആളാണ്, 6,000 റുപ്യേൻ്റെ സാലറിക്കാരനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ചിലവ് നടത്തൽ അയാളെ ബാധ്യതയാണ്. നിങ്ങൾക്ക് അയാളെ സഹായിക്കുക, കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേറൊരു അർത്ഥത്തിൽ സദക്കൻ്റെയും സക്കാത്തിൻ്റെയൊക്കെ അർത്ഥത്തിൽ വേറൊരു നിലക്ക് വന്നേക്കാം. പക്ഷേ അത്രയും ചുമതലകൾ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. ആണും പെണ്ണും തുല്യമാണെന്നുള്ള അഭിപ്രായം ഒരിക്കലും ഇസ്ലാമിലില്ല. ആണിനും പെണ്ണിനും ഇടയിലുള്ള നീതി നിർവഹണമാണ് ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പക്ഷേ ഈ സ്ത്രീക്ക് അങ്ങോട്ട് ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്. ഉമർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, നീ നിൻ്റെ അഹ്ലിനോട് നിസ്കാരത്തെക്കുറിച്ച് പറയണം, നിസ്കരിക്കാത്ത ആളോട് നിസ്കാരത്തെക്കുറിച്ച് പറയണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അത് പെണ്ണ് നിസ്കരിക്കണില്ല ആണിന് പറയാം, ആണ് നിസ്കരിക്കണില്ല പെണ്ണിന് പറയാം. മാത്രമല്ല ഈ സ്ത്രീകളെടുത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കലും സ്ത്രീയെ പരിഗണിക്കലും ഒന്നും ഇസ്ലാമികമല്ല എന്നതിന് എന്ത് തെളിവാണെന്നാണ് ഈ ചങ്ങാതിൻ്റെ അടുത്തുള്ളത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹുദൈബിയ സന്ധി ഹിജ്റ 6-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരാൻ ശ്രമിക്കുന്നു, വഴിയിൽ വെച്ച് തടയപ്പെടുന്നു, പിന്നെ ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നു. അപ്പം മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് തീരുമാനമാകുന്നു. പക്ഷേ സ്വഹാബത്ത് അത് ഉൾക്കൊണ്ടില്ല. റസൂലുള്ളാഹി അവരോട് തഹല്ലുലാകാൻ പറഞ്ഞു, മൃഗത്തെ അറുത്ത് ഉംറയിൽ നിന്ന് വിരമിക്കാൻ പറഞ്ഞു. അപ്പോൾ ആരും ചെയ്യണില്ല. നബി എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരാവശ്യമില്ലാതെ ഇങ്ങനത്തെ സംഗതി എന്തിനാണ് നമ്മൾ അംഗീകരിക്കണമെന്നാണ് അവർ ചോദിച്ചത്. പ്രവാചകൻ ഈ സങ്കടം പോയി പറഞ്ഞത് സഫിയ ബീവിനോടാണ്. സഫിയ ആരും ഞാൻ പറഞ്ഞ കേൾക്കണില്ല കേട്ടോ എന്ന് ടെൻറ്റിൻ്റെ ഉള്ളിൽ പോയി പറയാണ്. അപ്പോൾ സഫിയ പറഞ്ഞു കൊടുക്കണ കാര്യമാണ്, നബിയെ നിങ്ങളങ്ങോട്ട് തഹല്ലുലാകിയും നിങ്ങളെ മുടി മുറിക്കും എന്നിട്ട് വിതരണം ചെയ്യും, അപ്പോൾ ആളുകൾ ആയിക്കോളും, ജിഞ്ഞ ഉപദേശിക്കാൻ വരണ്ട. ഇത്രയും പ്രഷറുള്ള ഇത്രയും ടെൻഷനുള്ളൊരു സ്പേസിൽ പോലും ഭാര്യൻ്റെ ഉപദേശം കേട്ട് റസൂൽ അത് ചെയ്യാണ് ചെയ്തത്. മാത്രമല്ല ഭാര്യമാർക്കിടയിലുണ്ടായിരുന്ന പിണക്കങ്ങളിൽ ഇപ്പോൾ ഹഫ്സ ബീവിൻ്റെ ആയിഷ ബീവിൻ്റെ അടുത്ത് റസൂലുള്ള പോണൊരു രംഗമുണ്ട്. സൈനബ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് തേന് കഴിച്ചു വന്ന പ്രവാചകനെ, സൈനബിൻ്റെ വീട്ടിൽ പ്രവാചകൻ അപ്പോൾ പോയതും അവിടുന്ന് ഭക്ഷണം കഴിച്ചതൊന്നും ഹഫ്സ ബീവിക്കോ അല്ലെങ്കിൽ ആയിഷ ബീവിക്കോ രണ്ടിലൊരാൾക്ക് ഇഷ്ടമായില്ല. ഒരു ബഹുഭാര്യത്വ സംവിധാനം നിലനിൽക്കുന്ന കുടുംബമാണ്. ഇന്ന് നമ്മളെ ടേണായിട്ട്, ഇന്ന് എൻ്റെ ടേണായിട്ട്, ഇന്ന് എൻ്റെ ദിവസമായിട്ട് അവിടെ പോയി എന്നുള്ളൊരു മൈൻഡൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും തമ്മിൽ പ്ലാൻ ചെയ്തു, നിങ്ങൾ മഗാഫിർ കഴിച്ചോ നബിയെ എന്ന് ചോദിച്ചു. മഗാഫിർ എന്ന് പറഞ്ഞാൽ തേനിൻ്റെ രുചിയും എന്നാൽ ഒരു ദുർഗന്ധവുമുള്ളൊരു പ്രത്യേകതരം പാനീയമാണ്. അപ്പോൾ നബിക്കത് മനസ്സിലായി, ഇത് മഗാഫിർ ആയിട്ടല്ല, അവർക്കിത് ഇഷ്ടമായിട്ടില്ല എന്ന്. അപ്പോൾ നബി പറഞ്ഞു, ഞാനിനി അങ്ങനെ പോണില്ല, ഞാനിങ്ങനെ കഴിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഭാര്യമാർ പറയുന്നൊരു വിഷയത്തെ പ്രവാചകൻ കേൾക്കുകയാണ്. കേട്ടപ്പോൾ പ്രവാചകൻ ഭാര്യമാരുമായി നടത്തിയ ചർച്ചനെ അല്ല അവിടെ നിരാകരിച്ചത്, പക്ഷെ അവിടെ അവരുടെ ഇടയിൽ ബഹുഭാര്യത്വ സംവിധാനമുള്ളൊരു വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഡിസ്കഷൻ നടന്നിരുന്നു. അതിനെ ഖുർആൻ എന്ത് ചെയ്തു? ഖണ്ഡിച്ചു. ഇത് എന്തിനാ ഭാര്യ പറഞ്ഞ കേട്ടെന്ന് അല്ല അവിടെ പറഞ്ഞത്. അയ്യുഹൻ നബി ലിമ തുഹരിമു മാ ഹല്ലല്ലാഹു ലക് തബ്തഗി മറല്ലാത്ത അസ്വാജിക്, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നൊരു സാധനത്തെ നിങ്ങൾ വേണ്ടാക്കണം എന്തിനാ, അവിടെ പോയാൽ കുടിച്ചത് തെറ്റൊന്നുമല്ല എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ ഭാര്യമാരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നബി എടുക്കുന്നുണ്ട്. ഇനി മാത്രമല്ല നമുക്ക് ഇതിൽ പിന്നെയും കാണാൻ പറ്റുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, അൻതി കലഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞു. അത് അറബ്സ് ചെയ്തിരുന്നൊരു പരിപാടിയാണ്, ഭാര്യമാരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തിരുന്നൊരു പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞ ഒരാളെ ഭാര്യൻ്റെ അടുത്തേക്ക് പിന്നെ ഭാര്യ എന്നുള്ളവർക്ക് ചെല്ലാൻ പാടില്ല, ഭാര്യയിൽ നിന്ന് കിട്ടണമെന്നും വാങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ച രീതിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ വതശ്തകി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ആവലാതി ബോധിപ്പിച്ചും നിങ്ങളോട് ശക്തമായി സംസാരിച്ചും തർക്കിച്ചുമൊക്കെ വന്ന ആ സഹോദരിയുടെ മനോനിലയെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യണത്, അവരുടെ കാര്യത്തിൽ വിധി പറയണത്. അപ്പോൾ ഒരു പെണ്ണിങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ട ഒരാളാണ്, അഭിപ്രായമൊന്നും പറയാൻ പാടില്ല എന്നൊന്നും പറയണത് എന്തല്ല, ശരിയല്ല. അത് പ്രവാചകൻ്റെ മുന്നിൽ പ്രവാചകൻ എന്നുള്ള നിലക്ക് പോലും അവർ ശക്തമായി അവരുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇത് നിങ്ങൾ എവിടുന്ന പഠിച്ചതെന്നറിയില്ല, നിങ്ങൾ പഠിച്ച സ്കൂൾ മാറിയിട്ടുണ്ടെന്നാണ് ആ വ്യക്തിയോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. ഭാര്യയുടെ ഫോണ്, ഭാര്യൻ്റെ ഉമ്മയുടെ ഫോണൊക്കെ ഭർത്താവ് പരിശോധിക്കുന്നു. എന്നാൽ ഭർത്താവിൻ്റെ ഫോൺ തൊടാൻ സമ്മതിക്കില്ല. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്ത് ഫോണിലൊന്നുമില്ല, എന്നാലും പിന്നെ ഓല കൂട്ടുകാരത്തിൽ എന്താ പറഞ്ഞത്, കുടുംബ ഗ്രൂപ്പിൽ എന്താ വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നോക്കുകയും ചെയ്യുക, അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കുകയും ചെയ്യില്ല എന്നുള്ളതിലൊരു പ്രശ്നമാണ് അവർ പറയുന്നത്. നമ്മളെ കണ്ണിയൻ ഡോക്ടർ അടുത്തേ ഒരു അത്യാവശ്യം നല്ല സമ്പന്നനായ ഒരു കാരണവലി ഒന്ന് പറഞ്ഞു,
പിന്നെ നമുക്ക് ആണുങ്ങൾക്കുള്ള റേഡിയോ തുടങ്ങണം. അതിൽ ഫുള്ള് പെണ്ണുങ്ങളെ കാര്യമാണ് ഇപ്പോൾ പീസ് റേഡിയോയിൽ വരുന്നത്. നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഭാര്യൻ്റെ വിഷയമാണല്ലോ. ഭർത്താക്കന്മാർ ചോദ്യങ്ങൾ അയച്ചാൽ ഭർത്താക്കന്മാരുടെ വിഷയം നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്ത്. ഭാര്യമാരിതൊക്കെ കേൾക്കുന്നുണ്ട്, ആണുങ്ങൾ ഈ റേഡിയോ സംവിധാനങ്ങളൊന്നും കേൾക്കണില്ല എന്നുള്ളതാണ് വലിയൊരു ശതമാനം ആളുകളുടെ പ്രശ്നം. ഇതിൽ ഈ രണ്ടാളുകളും പരസ്പരം വിശ്വാസമുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സംശയ രോഗത്തിൻ്റെ വേറൊരു സംഭവമാണത്. സംശയരോഗത്തിൻ്റെ വേറൊരു പ്രശ്നമാണത്. അത് ആ സംശയരോഗം എന്നുള്ള സാധനം തലൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദാമ്പത്യത്തിലെ എല്ലാ സന്തോഷവും പോയി, ബാക്കിയെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു കൊച്ചു സാധനം ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് സംശയമാണ്, എനിക്കെൻ്റെ ഭാര്യയിൽ എന്തൊരു അവിശ്വാസം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ടാളടുത്തും നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നുകൂടി തുറന്ന് സംസാരിക്കണം. ഭർത്താവ് ഇതൊക്കെ ഒന്ന് എടുത്ത് കണ്ടോട്ടെ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ. എടുത്തങ്ങനെ നോക്കിക്കോട്ടെ മൂപ്പർക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ എന്ന് ഭാര്യ ഒന്ന് തീരുമാനിച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട്, ഇത് ഒരു അതിർത്തിക്കപ്പുറമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊരു ഡിസോർഡറാണ്. അത് എന്ത് ചെയ്യണം, അതിനൊക്കെ കൃത്യമായ കൗൺസിലിങ്ങും മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എടുക്കും വേണം. അപ്പോൾ നിങ്ങൾക്കത് നല്ല ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ശരിക്കും ഇതിങ്ങനെ എടുത്തു നോക്കാൻ കാരണം എന്താണ്, നിങ്ങൾക്കൊരു ലെവലിലേറെ തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒന്നിച്ച് നമ്മൾ ജീവിച്ചു പോകണതിൽ ഭയങ്കര വിഷമങ്ങളുണ്ട് എന്ന് പറയണമെന്നാണ് എനിക്ക് ഒറ്റവാചകത്തിൽ തോന്നുന്നത്. വിശദമായി പിന്നീട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ലൈവ് കൗൺസിലിങ്ങിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാം. ഇൻഷാ അല്ലാ അത്തരം ചോദ്യങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ എടുക്കാം. അള്ളാഹു ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.